കാലത്ത് വന്ന് വീട്ടിൽ കയറി ഉടനെ കുളിയും കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ ഒന്ന് അടിച്ച് കയറാൻ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിരിക്കുന്നത് ജോസാണ്. ടർബോ ജോസാണ് അല്ല, ദുബായ് ജോസ്. അതെ, റിയാസ് ഖാൻ അഭിനയിച്ച ജലോത്സവം എന്ന് പറഞ്ഞ സിനിമയിലെ ദുബായ് ജോസ് എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. നിമിഷ നേരം കൊണ്ടാണ് എല്ലാ സോഷ്യൽ മീഡിയയിലും ട്രെൻഡിങ് ആയിരിക്കുന്നത്. നമുക്കറിയാം, പഴയ സിനിമയിലെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ചില ഡയലോഗുകളൊക്കെ ട്രെൻഡിങ് ആകുന്നതാണ് ഇപ്പോഴത്തെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ ദുബായ് ജോസിൻ്റെ അടിച്ചു കയറുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഡയലോഗാണ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. കാര്യം ആ സിനിമയിലുടനീളം അദ്ദേഹം അടിച്ചു കയറുക എന്ന് പറയുന്ന ഡയലോഗ് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഞാൻ പറയാൻ പോകുന്നത് ജോസിനെ അല്ല, ആ സിനിമയിൽ തന്നെ മറ്റൊരു കഥാപാത്രം കൈകാര്യം ചെയ്ത പൊന്നപ്പൻ എന്ന് പറഞ്ഞ ആ ഒരു കഥാപാത്രത്തെ പറ്റിയാണ്. നിങ്ങളെയൊക്കെ വഴിയാകാരമാക്കിക്കൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ ഒരുത്തിക്ക് മാത്രം കൊടുത്ത് പുകച്ചു കളയാനുള്ളതല്ല എന്റെ ജീവിതം. ഇങ്ങനെ പൊന്നപ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ജഗതി ശ്രീകുമാറാണ്. പറയേണ്ട ആവശ്യമില്ല. ജഗതി ശ്രീകുമാർ ഒരു കഥാപാത്രം ചെയ്തു എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. പക്ഷേ ഈ ഒരു സിനിമയിൽ പൊന്നപ്പൻ ഒരു ഹൈലൈറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ദുബായ് ജോസിനെ ആ ഒരു ഇമ്പാക്റ്റ് കൊടുക്കുന്ന പൊന്നപ്പൻ തന്നെയാണ്. ഈ പൊന്നപ്പൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ സീനുണ്ട് ജലോത്സവം തുടങ്ങുന്ന സമയത്ത്. അതായത് പുള്ളിയൊരു 7ാം വാർഡ് മെമ്പറാണ്. അപ്പോൾ അത്യാവശ്യം തരികട രാഷ്ട്രീയക്കാരനാണ്. അപ്പം പുള്ളിക്കാരനെ കൊയ്ത്തിനെ പ്രമാണിച്ച് ഈ ലേഡീസിനെ എല്ലാം കൂടെ ഇരുത്തി വള്ളത്തിൽ പോകുന്നൊരു, അതാണ് പുള്ളിക്കാരൻ്റെ ഒരു ഇൻട്രോ എന്ന് പറയുന്നത്. ആ ഇൻട്രോയിൽ തന്നെ ആ ബോഡി ലാംഗ്വേജിലും സംഭാഷണത്തിലും ഉണ്ട് അദ്ദേഹം ഒരു തരികിടയാണെന്നുള്ളത്. അത് മുഖത്തും സംഭാഷണത്തിലും ആ ഒരു മാനേഴ്സിലെല്ലാം കൊണ്ടുവരുന്നത് ജഗതി ശ്രീകുമാറിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്. നമുക്കറിയാം, ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഫ്ലെക്സിബിൾ മലയാള സിനിമയിലെ ഫ്ലെക്സിബിൾ ആക്ടേഴ്സിനെ പറയുമ്പോൾ അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, 4 പേരുടെ പേര് പറഞ്ഞ്. അപ്പോൾ അത് എന്തുകൊണ്ട് ഫ്ലെക്സിബിൾ ആക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു പേരിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ ഒരു പൊന്നപ്പൻ എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം, പൊന്നപ്പൻ്റെ ഓരോ സീൻ എടുത്ത് നോക്കിക്കോട്ടെ, അത് ഗംഭീരമാണ്, രസകരമാണ്. അതായത് എങ്ങനെയാണ് ഒരു മറ്റുള്ളവരെ യൂസ് ചെയ്ത് ജീവിക്കാം എന്നുള്ളതിന് തെളിവായിട്ട് പൊന്നപ്പൻ കാണിക്കുന്നുണ്ട്. അത് സംഭാഷണം ആയിക്കോട്ടെ അല്ലെങ്കിൽ എല്ലാ രീതിയിലും. അതുപോലെ അദ്ദേഹത്തിന് വേറെ ഹൈലൈറ്റ് തോന്നി ഈ സംഭാഷണം, അതായത് ഉരുള കുപ്പേരി പോലെ രീതിയിലാണ് അദ്ദേഹം ഡയലോഗ് പറയുന്നത്. അതൊരു ജഗതിച്ചേട്ടൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ദുബായ് ജോസിന് ഇത്രയും ഹൈലൈറ്റ് കൊടുക്കണമെങ്കിൽ എന്തുകൊണ്ട് പൊന്നപ്പൻ ഇത്രയും ഹൈലൈറ്റ് കൊടുത്തുകൂടാ? നമുക്കറിയാം, ചീങ്കണ്ണി ജോസിനെ ദുബായ് ജോസായിട്ട് അവതരിപ്പിക്കുന്ന പൊന്നപ്പനാണ്. സോ ഈ ഒരു ട്രെൻഡിങ്ങിൽ നമ്മുടെ ദുബായ് ജോസ് അടിച്ചു കയറി വരുമ്പോൾ അതേപോലെ തന്നെ കയറി വരേണ്ട മറ്റൊരു കഥാപാത്രമാണ് നമ്മുടെ പ്രിയങ്കരനായ പൊന്നപ്പൻ. എന്തായാലും ഈ ഒരു കഥാപാത്രത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.